നമസ്കാരം. എന്ന നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. വിദ്യാലയങ്ങളിൽ ആചരിച്ച ഗുരുപൂജയാണല്ലോ ഇപ്പോൾ ചർച്ചയാകുന്നത്. വിദ്യാലയങ്ങൾ ജനാധിപത്യ മൂല്യങ്ങളിലെ ബാലപാഠങ്ങൾ പഠിപ്പിക്കേണ്ട ഇടങ്ങളാണ്. അവിടെ ജനാധിപത്യത്തിൽ നാം എല്ലാവരും നമ്മുടെ ഭരണഘടന അനുസരിച്ച് ഇക്വാളിറ്റിയാണ്, സമത്വമാണ്. ഒരു വ്യക്തിയെ നാം ആദരിക്കും ഇഫ് ദാറ്റ് പേഴ്സൺ ഈസ് വർത്ത് ടു ബി റെസ്പെക്റ്റഡ്. അത്രേ വേണ്ടൂ. അവിടെ നാം ആരും പൂജിക്കാൻ പഠിപ്പിക്കുന്നില്ല. ഭാരത സംസ്കാരം അങ്ങനെയാണ്. അത്തരം മതാചാരങ്ങളോ ആർഷഭാരത സംസ്കാരമൊക്കെ നമുക്ക് വിദ്യാലയത്തിൽ ഒരു മതാചാരങ്ങളും പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. നമ്മൾ ജ്ഞാനത്തെ അല്ലെങ്കിൽ ജ്ഞാനിയെ ആദരിക്കും, പൂജിക്കാൻ പാടില്ല. പൂജ എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ ഇൻഫീരിയറും മറ്റാൾ സുപ്പീരിയറും എന്നൊരു രീതിയുണ്ട്. അത് ജനാധിപത്യ സമൂഹത്തിൽ അല്ലെങ്കിൽ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച രീതികളല്ല. ആചാരങ്ങളും ഇപ്പം നമ്മൾ എല്ലാ ആചാരങ്ങളും നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. നമുക്കൊരു കുട്ടി ജനിച്ച അന്ന് തൊട്ടിട്ട് അല്ലെ 28 നൂലുകെട്ട്, ചോറൂണ്, ഇത്തരം ആചാരങ്ങൾക്കൊക്കെ അതൊരു അനുഷ്ഠാനം മാത്രമായി ചുരുങ്ങുകയാണ് ഉണ്ടായിട്ട്. ഓണം, വിഷു ഒക്കെ ഒരു അനുഷ്ഠാനം മാത്രമായി ചുരുങ്ങുകയാണ്. അതിന് ആത്മാവില്ല. ഒന്നാമത് അത് അതുപോലെ ആചരിക്കുകയാണെങ്കിൽ എത്ര സുന്ദരമായിരുന്നു നമ്മുടെ ജീവിതമൊക്കെ. പക്ഷെ അതൊന്നും ആത്മാവില്ലാത്ത കേവലം ഒരു അനുഷ്ഠാനമായി എന്നേ മാറി. അപ്പോൾ അത്തരം അനുഷ്ഠാനങ്ങൾ ആയി ചുരുങ്ങുകയാണ് ഈ വിദ്യാലയങ്ങൾ നടത്തി വരുന്ന ഗുരുപൂജ. ഒരുപാട് അധ്യാപകരെ വിളിച്ചു വരുത്തി കാല് കഴുകിക്കുന്നത് ഗുരുപൂജയല്ല. ആ പൂജയ്ക്ക് അർഹരാണോ ഈ അധ്യാപകരെ എന്നും കൂടി നാം ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ ജനാധിപത്യ മൂല്യങ്ങളുടെ ആദ്യപാഠം പഠിപ്പിക്കേണ്ട ഇടങ്ങളിൽ തന്നെയാണ് ജനാധിപത്യ വിരുദ്ധത കൂടുതൽ നടക്കുന്നത്. അപ്പോൾ ഇത്തരം അധ്യാപകരിലെ ബഹുഭൂരിപക്ഷവും പിൻവാതിൽ നിയമനം വഴി നിയമിക്കപ്പെട്ട അധ്യാപകരാണ്. കോഴ കൊടുത്ത് അത് ജനാധിപത്യ ജോലിയിൽ കയറിയവരാണ്. അത് ജനാധിപത്യ വിരുദ്ധതയാണ്. ബ്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞു, അത് വെറും ബ്രൈബിങ് അല്ല. ബ്രൈബ് ചെയ്ത് ജോലിക്ക് വാങ്ങി അർഹരെ അവഗണിച്ചുകൊണ്ട് ജോലി നേടി പിന്നെ പൊതു ഖജനാവെന്ന് കാശും വാങ്ങുന്ന അധ്യാപകരുടെ കാല് പിടിപ്പിക്കാനും കഴിപ്പിക്കാനും ഈ തെളിഞ്ഞ ബുദ്ധിയുള്ള നിഷ്കളങ്കരായ ഒരു തെറ്റും ചെയ്യാത്ത കുട്ടികളെ കൊണ്ട് കാല് കഴിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര മോശം പരിപാടിയാണ്. അവരത് അർഹിക്കുന്നില്ല. കുട്ടിക്ക് ആത്മബന്ധമുള്ള ആൾക്കാരും അല്ല. ആരുടെയും കാല് കഴുകണ്ട. കാല് കഴുക പാദസേവ എന്നൊക്കെ പറയണത് അത്ര ശരിയായ കാര്യമല്ല. കുട്ടികളെ നടുനിർത്തി നിൽക്കാനാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. ടീച്ചർ ഇമ്പാർട്ട് ചെയ്യുന്ന നോളജിനെ ബഹുമാനിക്കാം. ടീച്ചർ നോളജബിൾ ആണെങ്കിൽ, വയസ്സാണെങ്കിൽ ടീച്ചറെ ഗുരുവിനെ ആദരിക്കാം. അതിലപ്പുറം ഒരു വിധേയത്വം ഒന്നും ആവശ്യമില്ല. എല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്. തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഉള്ളൊരു കുട്ടിയെ പ്രാപ്തമാക്കുകയാണ് വേണ്ടത്, എക്യുപ്ഡ് ആക്കുകയാണ് ചെയ്യേണ്ടത്. തെറ്റിന് നേരെ കൈ ചൂണ്ടാനായിട്ട് ഏതൊരു വിദ്യാർത്ഥിയും പ്രാപ്തരാക്കാതെ, അധ്യാപകനാണെങ്കിലും നിങ്ങൾ പറഞ്ഞത് ശരിയല്ലല്ലോ എന്ന് പറയാനാണ് പഠിപ്പിക്കുന്നത്. നിർഭാഗ്യവശാൽ ഒരു വിദ്യാർത്ഥി ക്ലാസ് റൂമിൽ നിന്ന് അങ്ങനെ ഒന്നും പറയാൻ ധൈര്യം കാണിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് ക്ലാസ്സിന് വേണ്ടി പുറത്താവും. പിന്നെ ടീച്ചർക്ക് എങ്ങനെയൊക്കെ ആ കുട്ടിയെ കോർണർ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ആ കുട്ടിയെ നള്ളിഫൈ ചെയ്യാൻ പറ്റും എങ്കിൽ അതൊക്കെ ചെയ്യും. അപ്പോൾ ആ ടീച്ചർ ജ്ഞാനിയാണോ? അങ്ങനൊരു ചോദ്യമുണ്ട്. ഈ അധ്യാപകരെ മാനിക്കേണ്ടതാണ്. ചില വിദ്യാലയങ്ങളിൽ
ടീച്ചറോട് ഇപ്പോൾ സമരം ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നത് കേൾക്കും, എടി പൊടി എന്നും പച്ചത്തറിയൊക്കെ വിളിച്ച് ഒരു ടീച്ചറോട്, ഒരു പ്രിൻസിപ്പാളിനോട് നമ്മൾ പറയുന്നത് കേട്ടു. ആ എക്സ്റ്റെൻറ്റിലേക്ക് പോകാനല്ല പറഞ്ഞത്, പക്ഷേ നമ്മൾ അതും ദോഷമാണ്, ഇതും ദോഷമാണ്. ടീച്ചറെ ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ടാണ് അവർ കാണുന്നത്. ടീച്ചർ എന്ന് പറഞ്ഞത് നമുക്ക് ജ്ഞാനം പറഞ്ഞു തരുന്ന വ്യക്തിയാണ്. ടീച്ചറും അത് കരുതണം, എൻ്റെ സ്റ്റാറ്റസ് എന്താണ് സൊസൈറ്റിയിൽ എന്നുള്ളത്. അതിനനുസരിച്ച് ഒരു ഡിവൈൻ സ്റ്റാറ്റസ് ആണ് ടീച്ചർമാർക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആ ഡിവിനിറ്റി ഞാൻ ജീവിതത്തിൽ പാലിക്കുന്നുണ്ടോ എന്ന് ടീച്ചറും കൂടി ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ കാല് കഴുകാൻ ഇരുന്ന് കൊടുക്കുന്ന അധ്യാപകരെ ആണ് ചിന്തിക്കേണ്ടത്, ഞാൻ ഇതിന് അർഹനാണോ അല്ലെങ്കിൽ അർഹയാണോ എന്ന്. അപ്പോൾ യാതൊരു ഉറപ്പുമില്ലാതെ കുട്ടികളുടെ മുന്നിൽ കാല് നീട്ടിയിരിക്കാൻ പോയ അധ്യാപകരെയാണ് പഴി പറയേണ്ടത്, കുഞ്ഞുങ്ങളെയല്ല. അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ പഠിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അവർക്ക് ശരിയായ ജ്ഞാനം കിട്ടിയിട്ടില്ല, അവർ ഇമ്പാർട്ട് ചെയ്തതും ശരിയായ ജ്ഞാനമല്ല. അപ്പോൾ വിദ്യ പ്രദാനം ചെയ്യുന്നവരെ നാം നമസ്കരിക്കണം, ശരിയാണ്. പക്ഷെ അവിദ്യ പ്രദാനം ചെയ്യുന്നവൻ്റെ കാല് കഴുകാൻ പോകേണ്ട ആവശ്യമില്ല. നല്ല ജ്ഞാനിയാണെങ്കിൽ കാല് കഴുകാൻ വിദ്യാർത്ഥികളെ അനുവദിക്കുകയുമില്ല. ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്, അധ്യാപകർ എന്നൊക്കെ പറയുന്നത് കറക്റ്റീവ് ഫോഴ്സസ് ആണ്. അവരോളം സമൂഹത്തെ കറക്റ്റ് ചെയ്യാൻ വേറെ ആർക്കും പറ്റില്ല. അപ്പോൾ അവർ കറക്റ്റ് ചെയ്യുന്നില്ല, അവർ സമൂഹത്തിനൊപ്പം പോകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ കറക്റ്റീവ് ഫോഴ്സസ് ആവുന്നതിൽ പൂർണ്ണമായി പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കൂടി പരാജയപ്പെടുകയാണ്. ഈ പിൻവാതിൽ നിയമനം തേടി വന്ന് ഒരുപടി പെൻഷനും ഒരുപടി മറ്റാനുകൂല്യങ്ങളൊക്കെ പറ്റി കാല് നീട്ടി കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിപ്പിക്കാനിരിക്കുകയാണ് അവർ. ശരിക്കും പറഞ്ഞാൽ അത് ഹ്യൂമിലിറ്റിയുടെ ലക്ഷണമാണ്. നമ്മുടെ ഉള്ളിലെ അഹന്ത കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു രീതിയൊക്കെയാണ്. അത് നല്ലതാണ്, ഇല്ലായില്ല. ജീസസ് ക്രൈസ്റ്റ് ഡിസൈപ്പിൾസിൻ്റെ കാല് കഴുകി, കാരണം ഹമ്പിളാവുകയാണ് എന്നുള്ളതാണ്. പക്ഷെ അതൊക്കെ മതാചാരമാണെങ്കിൽ അതൊക്കെ വിദ്യാലയത്തിൻ്റെ പുറത്ത് നിർത്തേണ്ട സംഗതികളാണ്. ഒരു മതചിഹ്നങ്ങളോ മതാചാരങ്ങളോ വിദ്യാലയങ്ങളുടെ ഉള്ളിൽ വരാൻ പാടില്ല. അത് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ക്രിസ്തീയ വിദ്യാലയങ്ങളിൽ ഈ കാറ്റീസം പഠിപ്പിക്കലേ അത് നിർത്തേണ്ടി വരും. മിക്ക ഞാൻ പഠിച്ചിട്ടുള്ളത് ഒരു 10 വർഷത്തോളം കോൺവെൻറ്റിലാണ് പഠിച്ചത്. അവിടെ ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് കാറ്റീസം പഠിപ്പിക്കാൻ വേണ്ടി ഒരു മോറൽ ഇൻസ്ട്രക്ഷൻ ക്ലാസ്, മോറൽ സയൻസ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അതേ സമയത്ത് മറ്റ് ക്രിസ്തീയരല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഒരു സമയം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു മോറൽ സയൻസ് ക്ലാസ് മതി. അവിടെ കാറ്റീസം ആ സമയത്ത് പഠിപ്പിക്കേണ്ടതില്ല. ഈ മനുഷ്യാവകാശ കമ്മീഷനും അധികൃതരൊക്കെ, വിദ്യാഭ്യാസ ഓഫീസർമാരും അതിൻ്റെ അധികൃതരൊക്കെ ആദ്യമായിട്ടാണോ വിദ്യാലയങ്ങളിലെ മതാചാരങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞുള്ളൂ. അത് വളരെ അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ അധ്യാപകരെ ക്ലാസ് റൂമിൽ ഡെമോക്രസി വേണ്ടതുണ്ട്. ക്ലാസ് റൂമിൽ ടീച്ചർ ഡിക്റ്റേറ്റർ ആകുമ്പോഴാണ് ഈ പൂജ വരുന്നത്, ടീച്ചറുടെ പാദസേവ, കാല് കഴുകലൊക്കെ വരുന്നത്. ക്ലാസ് റൂമിൽ വേണ്ടത് ഡെമോക്രസിയാണ്, ഡിക്റ്റേറ്റർഷിപ്പ് അല്ല. ഡെമോക്രസി തുടങ്ങുന്നത് ക്ലാസ് റൂമിൽ നിന്നാണ്. ടീച്ചർ എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റർ ആണ്. അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അവർക്ക് ഒരുപാട് ഔട്ട്ലെറ്റ് ഉണ്ട്, ഒരുപാട് ആൾക്കാർ അവർക്ക് ഗുരുക്കന്മാരായിട്ടുണ്ട്. അധ്യാപകർ മാത്രമല്ല ഗുരുക്കന്മാർ, അനുഭവം ഗുരുവാണ്. അവർ ദൈനംദിനം കണ്ടുമുട്ടുന്ന പല ആളുകളിൽ നിന്ന് ഒരുപടി പാഠങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. അവർ ഒക്കെ അവരുടെ ഗുരുവാണ്. ഒരു സുഹൃത്ത് ഗുരുവാണ്. ഒരു ഭിക്ഷക്കാരിൽ നിന്ന് ഒരു പക്ഷെ പാഠം പഠിക്കുന്നുണ്ട്, അവർ ഗുരുവാണ്. അപ്പോൾ എല്ലാ ഗുരുക്കന്മാരെയും നാം നമിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു പാഠമാണ് നാം വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടത്. കേവലം 25% മാത്രം, 100%-ൽ 25% മാത്രം നോളജ് കിട്ടുന്ന സ്ഥലമാണ് വിദ്യാലയം. ബാക്കി 75%-ഉം വിദ്യാലയത്തിന് പുറത്തുനിന്ന് കിട്ടുന്ന നോളജാണ്. അപ്പോൾ ഗുരുക്കന്മാർ കൂടുതലും പുറത്താണ്. അപ്പോൾ എല്ലാവരും ഗുരുക്കന്മാരെ, നിന്നിലെ ദൈവാംശത്തെ ഞാൻ നമിക്കുന്നു എന്നാണ് പറയേണ്ടത്. ഇത്രയും നിൽക്കാൻ പാടുള്ളൂ. നിന്നിലെ ദൈവാംശത്തെ ഞാൻ നമിക്കുന്നു എന്ന് പറഞ്ഞാൽ തിരിച്ചും അവർ നമിക്കും, അധ്യാപകരും നമിക്കും. നമസ്കാരം, നിന്നിലെ ദൈവാംശത്തെ ഞാനും നമിക്കുന്നു, അത്രയേ വേണ്ടൂ. അല്ലാണ്ട് കാല് കഴുകി തുടച്ച് അധ്യാപകരെ
പൂജിക്കേണ്ട ആവശ്യമില്ല. പൂജ എന്നെ തന്നെ നമ്മുടെ ഡെമോക്രസിക്ക് എതിരാണ്. നമ്മൾ ആരെയും പൂജിക്കണ്ട. റെസ്പെക്റ്റ് ആവാം, റെവറൻസ് ഒന്നും വേണമെന്നില്ല. ഒരു ജ്ഞാനിയെ നമ്മൾ അല്ലെങ്കിൽ ജ്ഞാനത്തെ നമുക്ക് ആദരിക്കാം, അത്രയേ ഉള്ളൂ. ആരും പൂർണ്ണരല്ലല്ലോ. കുഞ്ഞ് ഒരുപക്ഷെ ടീച്ചറേക്കാൾ കൂടുതൽ പാഠം കുഞ്ഞിൽ നിന്ന് നാം പഠിക്കുന്നുണ്ട്. ആ കുഞ്ഞും ഗുരുവാണ്. അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമിക്കാം, അത്രയേ വേണ്ടൂ. അതല്ലാതെ ഈ വിദ്യാലയങ്ങളിൽ ഈ ഗുരുപൂജ എന്നതിൻ്റെ പേരിൽ നടത്തുന്ന ആത്മാവില്ലാത്ത ഈ അനുഷ്ഠാനം ഒട്ടും ശരിയല്ല. അത് ഞാൻ പ്രിൻസിപ്പളായിട്ടിരുന്ന സ്ഥലത്ത് തന്നെ ഞാനിതൊക്കെ പറയാറുണ്ട്. അപ്പോൾ എന്നെ വളരെ മോശമായിട്ടാണ് ആൾക്കാരൊക്കെ ചിത്രീകരിച്ചത്. എന്താ ഇങ്ങനെ എന്നുള്ളത് ചോദ്യം ഈ ടീച്ചർക്ക് എന്താ അഹങ്കാരം, ഇത്തരം കാര്യങ്ങൾ എന്താ കുട്ടികൾ പഠിപ്പിക്കുന്നതിന് ടീച്ചർ എന്താ വിഘാതമായി നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴെങ്കിലും മനുഷ്യാവകാശ കമ്മീഷന് അത് കാണാനുള്ള കണ്ണുണ്ടായല്ലോ. ഇത്തരം ആചാരങ്ങൾ, മതപരമായ ഓരോ ആചാരങ്ങളും, ഇതിപ്പോൾ മുസ്ലിംസിൻ്റെ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് വിദ്യാലയത്തിലുണ്ടെങ്കിൽ അതും പാടില്ല. വിദ്യാലയങ്ങളിൽ മതപരമായ ആചാരങ്ങളോ ഓരോ അനുഷ്ഠാനങ്ങളും പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു പ്രായമെത്തുമ്പോൾ, അവർ മെച്യൂർഡ് ആവുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള മതവും ആചാരവും ഒക്കെ ഫോളോ ചെയ്യാം. അല്ലാതെ ഇത്തരം നമ്മൾ ഒരു 10 നൂറ്റാണ്ട് അല്ലെങ്കിൽ 100 നൂറ്റാണ്ട് പിന്നോക്കത്തേക്ക് സഞ്ചരിക്കേണ്ട ആവശ്യമില്ലല്ലോ, മുന്നോട്ട് തന്നെ പോകണം. അധ്യാപകരെ ആദരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഗുരുക്കന്മാരെ ആദരിക്കണമെങ്കിൽ അന്നേ ദിവസം പോയി ഏതെങ്കിലും സൽക്കർമ്മങ്ങൾ, അർഹരായ ആൾക്കാരെ കണ്ടുപിടിച്ച് ഒരു സൽക്കർമ്മം ചെയ്ത് അത് സോഷ്യൽ അവയർനെസ് പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമായിട്ട് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുക, ഒരു അധ്യാപകൻ്റെ സ്മരണാർത്ഥം, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ലാതെ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിദ്യാലയത്തിൽ ഒരു തരത്തിലും അനുവദിച്ചുകൂടാ. നന്ദി, നമസ്കാരം.